ശ്രീജയും നന്ദിനിയും കൂടി വീട് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ നന്ദിനി പറയുന്നുണ്ട്, ഹോ എനിക്ക് വയ്യ, എന്തൊരു ഉഷ്ണമാണ് അല്ല ശ്രീജടത്തി. രാത്രിയിലാണെങ്കിൽ ചൂട് കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, ഫാനിനാണെങ്കിൽ സ്പീഡും ഇല്ല. അതെങ്ങനെ? ജാമ്പാൻ്റെ കാലത്തുള്ള സാധനങ്ങളല്ലേ. ആ വിനായകനോട് നീ ഒരു പുതിയ ഫാൻ വാങ്ങിയിടാൻ പറയും എന്ന് ശ്രീജ പറയുന്നുണ്ട്. നല്ല കാര്യമായി, വിനേറ്റിന് അതിനൊന്നുള്ള പണമൊന്നും കിട്ടുന്നില്ല ചേച്ചിയടുത്തി. ഈ ജോലികളൊക്കെ ഒന്ന് വേദയെ ഏൽപ്പിക്കാമായിരുന്നില്ല ചേച്ചി. അതെന്തിനാ? ഇതിന് മുന്നൊന്നും ഈ ജോലികളൊക്കെ നമ്മൾ തന്നെയല്ലേ ചെയ്തിരുന്നത്. പിന്നെ ഇതൊന്നും ആ കുട്ടിക്ക് അറിയത്തില്ല. അത് ശരിയാ, അവളുടെ വീട്ടിലൊക്കെ ഇതെല്ലാം ചെയ്യാൻ പണിക്കാരുണ്ടായിരിക്കുമല്ലോ, വെക്കാനും വിളമ്പാനും വരെ ജോലിക്കാരായിരിക്കുമെന്ന് നന്ദിനി പറയുന്നുണ്ട്. നിനക്കെന്താ നന്ദിനി അവളോട് ഇത്ര ദേഷ്യം? അവൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ചേച്ചിക്ക് എന്തിനാ ഇത്ര സഹാനുഭൂതി അവളോട് എന്ന് നന്ദിനി തിരിച്ചും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ഒരു കാറ് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ അവർ കാണുന്നത്. അപ്പോൾ അവരങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്. കാറിൽ നിന്നും വേദയുടെ അമ്മയും മുത്തശ്ശിയാണ് കേട്ടോ ഇറങ്ങി വരുന്നത്. അവരൊരു വണ്ടി സാധനങ്ങളുമായിട്ടോ വരുന്നത്. അത് കണ്ട് ശ്രീജയും നന്ദിനിയും കൂടി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇത്? അതെ, കുറച്ച് വീട്ടു സാധനങ്ങളാണ്. അപ്പോൾ ശ്രീജ ചോദിക്കുന്നുണ്ട്, വീട്ടു സാധനങ്ങളോ? അതെ മോളെ, എസിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കുറച്ച് പാത്രങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ നന്ദിനി മനസ്സിൽ വിചാരിക്കാൻ, അവൾക്ക് കിടന്നുറങ്ങാൻ സിയോ എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോഴേക്കും വേദ അകത്ത് നിന്ന് ഇത് കാണുന്നുണ്ട്. നമ്മൾ സന്തോഷം കൊണ്ട് ഓടി വന്ന് മുത്തശ്ശി എന്ന് വിളിച്ചുകൊണ്ട് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുക കേട്ടോ. അവൾക്ക് സന്തോഷമാണ് അവരെ കണ്ടിട്ട്. അപ്പോഴത്തെ നിൽക്കുന്ന അമ്മയും പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് അമ്മയെന്ന് വിളിച്ചിട്ട് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ ഇതൊക്കെ? നിനക്ക് മുത്തശ്ശിയുടെ സമ്മാനം, നിനക്കുള്ള സമ്മാനങ്ങളാണെന്ന് പറയുന്നുണ്ട്. എന്താ മുത്തശ്ശി ഇത്? ചില ചടങ്ങുകളൊക്കെ ചെയ്തല്ലേ പറ്റൂ മോളെ എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നന്ദിനി അങ്ങ് അകത്തേക്ക് ഓടി ചെന്നിട്ട് മാഷിനോടും കമലാമ്മേനോടും പറയുകയാണ്, അമ്മ ഒന്നിങ്ങോട്ട് ഇറങ്ങി വാ, കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. എന്തിനാ നന്ദിനി നീ പറയുന്നത്? അതെ അമ്മേ, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കുറേ പാത്രങ്ങളൊക്കെ ആയിട്ട് വേദയുടെ അമ്മയും മുത്തശ്ശിയൊക്കെ വന്ന് നിൽപ്പുണ്ട്. നിങ്ങളൊന്ന് പുറത്തേക്ക് വാ, നമുക്കത് ഏറ്റു വാങ്ങണ്ടേ എന്ന് ചോദിക്കുമ്പോൾ മാഷും കമലാമ്മയും കൂടി പരസ്പരം നോക്കി അന്തം വിട്ടിരിക്കുക കേട്ടോ. എന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ നന്ദിനിയുടെ ഒപ്പം പുറത്തേക്ക് ചെല്ലുകയാണ്. മാഷ് പുറത്തേക്ക് ചെല്ലുമ്പോൾ വണ്ടിയിൽ നിന്നുള്ള സാധനങ്ങൾ പുറത്തേക്ക് ഇറക്കുന്നതാണ് കാണുന്നത്, ഇറക്കാൻ വേണ്ടി നിൽക്കുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോൾ മാഷ് പറയുന്നുണ്ട്, മതി നിർത്ത് എന്ന് പറയുകയാണ്. അത് കേട്ട് മറ്റുള്ളവരെല്ലാം മാഷിനെ നോക്കുകയാണ്. മാഷ് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടെ? അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ഇതെല്ലാം വേദയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നതാ. മനസ്സിലായില്ല? കൂടുതൽ മനസ്സിലാക്കാനൊന്നുമില്ല സുധാകരൻ മാഷേ. ഞങ്ങളുടെ കുട്ടിക്ക് മുറപ്രകാരം ചെയ്യാനുള്ള ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രം. അതന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങളുടെ കുട്ടിക്ക് ചെയ്യാനുള്ളതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം, അത് എൻ്റെ വീട്ടിൽ എന്തിനാ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം മാഷേന്ന് കമല വിളിക്കുമ്പോൾ, കമലെ നീ ഇതിൽ ഇടപെടണ്ടെന്ന് പറയുകയാണ് മാഷ്. അപ്പോൾ വേദയുടെ അമ്മ പറയുന്നുണ്ട്, മാഷേ ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് നമ്മൾ ആരും കരുതിയതല്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മാഷേ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇനിയുള്ള കാലം ഇവിടെ കഴിയാമെന്ന് ഞങ്ങളുടെ കുട്ടിയും തീരുമാനിച്ചു. വിവാഹം കഴിഞ്ഞു പോകുന്ന കുട്ടിക്ക് അവരുടെ വീട്ടുകാർ ചെയ്യേണ്ട ചില മര്യാദകളുണ്ടല്ലോ, ഇതൊക്കെ അതിൻ്റെ ഭാഗമായി നിങ്ങൾ കണക്കാക്കണം എന്ന് മുത്തശ്ശി പറയുകയാണ്. ഇവളുടെ വിവാഹമെങ്കിലും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല, ഇനി ഇവൾ സുഖമായി ജീവിക്കുന്നതെങ്കിലും ഞങ്ങൾ കണ്ടോട്ടെ എന്ന് വേദയുടെ അമ്മ പറയാണ്. കേട്ടില്ലേ കമലേ? അപ്പോൾ അതാണ് കാര്യം. ഇങ്ങനൊരു വീട്ടിൽ അവളുടെ മകൾക്ക് സന്തോഷം കിട്ടില്ല എന്ന് ഉറപ്പായതുകൊണ്ട് സന്തോഷിപ്പിക്കാനുള്ള സാധനങ്ങളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് എന്ന് മാഷ് പറയുമ്പോൾ, അയ്യോ അങ്ങനെയല്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മതി, നിങ്ങളുടെ കുട്ടിക്കും ഈ വീട്ടിലെ ചെറുക്കനും തമ്മിൽ നടന്നത് വിവാഹമാണെന്നും അവർ ഭാര്യ ഭർത്താക്കന്മാരാണെന്നും നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു അല്ലേ? ജില്ലാ ജഡ്ജ് ശങ്കരനാരായണനും അത് അംഗീകരിച്ചു കഴിഞ്ഞോ എന്ന് ചോദിക്കുകയാണ് മാഷ്. അവളുടെ കഴുത്തിൽ കിടക്കുന്നത് താലി തന്നെയാണെന്നും ഇനിയുള്ള ജീവിതം ഇവിടെ തന്നെയാണെന്നും ഇവൾ പറയുമ്പോൾ നമ്മൾ മുതിർന്നവർക്ക് എന്താ മാഷ് ചെയ്യാൻ പറ്റുക? ഞാൻ ചോദിച്ചത് ജസ്റ്റിസ് ശങ്കരനാരായണൻ അറിഞ്ഞിട്ടാണോ നിങ്ങളിതെല്ലാം ചെയ്തത് എന്നാണ് എനിക്ക് അറിയാനുള്ളത്. ആണെങ്കിൽ ഈ കൊണ്ടുവന്നത് മുഴുവൻ സ്വീകരിച്ച് നിങ്ങളെ അകത്തോട്ട് ആനയിക്കാനല്ല,
അയാളോട് കൂടി പറയാനുള്ളത്. നിങ്ങളോട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ശങ്കരേട്ടൻ ഇതറിഞ്ഞിട്ടില്ല എന്ന് അമ്മ പറയാം കേട്ടോ. ഓ, അപ്പോൾ അച്ഛനും മകനൊന്നും വന്ന് അപമാനിച്ചത് പോരാഞ്ഞിട്ടാണ് ഇക്കണ്ട സാധനങ്ങളുമായിട്ട് നിങ്ങളുടെ വരവ് അല്ലേ എന്ന് മാഷ് ചോദിക്കുമ്പോൾ ഇതിൽ അപമാനത്തിനുള്ള ഇതുണ്ടോ മാഷേ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാഷ് പറയാണ്, ഇത് ബഹുമാനം തന്നെയാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്. ഇതിനേക്കാൾ മുകളിൽ നിങ്ങൾ ജീവിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ പണം കൊണ്ട് മോഹിച്ചാണ് ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ജസ്റ്റിസും മകനും വന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾ ചെയ്യുന്നതും ഇപ്പോൾ അതാണ്. നിങ്ങളുടെ വില ഞങ്ങൾക്കില്ലെന്നും സുധാകരൻ മാഷും മക്കളും ഗതികെട്ടവരാണെന്നും നിങ്ങൾക്കൊരു തോന്നലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അയ്യോ, അങ്ങനെയൊന്നും ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ലെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. ദയവ് ചെയ്ത് ഇതെല്ലാം തിരിച്ചു കൊണ്ടുപോകണമെന്ന് മാഷ് പറയുമ്പോൾ അവർക്ക് വിഷമമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വിക്രം അങ്ങോട്ട് വരുന്നുണ്ട്. വണ്ടിയും സാധനങ്ങളും എല്ലാം കണ്ട് വിക്രം എന്താ ഇത് എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. ഇതെന്താ അമ്മയെന്ന് കമലാമ്മയുടെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്. അത് വേദയുടെ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളുമായിട്ട് വന്നതാ. പെൺവീട്ടുകാരുടെ ഒരു ചടങ്ങ് എന്ന് അമ്മ പറയുമ്പോൾ, സാധനങ്ങളോ? അത് കൊള്ളാലോ. എന്താ മുത്തശ്ശി, ഇമാതിരി ചടങ്ങുകളൊക്കെ നടത്താൻ ഇതൊരു കല്യാണമായിട്ട് നിങ്ങൾ അംഗീകരിച്ചോ എന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. ഇതിലൊക്കെ വീട്ടു സാധനങ്ങളാണല്ലോ. ഇതുവരെ നിങ്ങളുടെ വീട്ടിൽ ഇവൾക്ക് മാത്രമേ വട്ടുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും തലക്ക് സ്ഥിരതയില്ല എന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ? അത് കേട്ട് വിക്രം എന്ന് വേദ വിളിക്കുകയാണ്. എന്താടി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒരു വണ്ടി സാധനങ്ങളുമായിട്ട് തലക്ക് വെളിവുള്ളവർ ആരെങ്കിലും വീട്ടിൽ വന്ന് കയറുമോ? അഹങ്കാരം കൊണ്ട് നിൻ്റെ വീട്ടിലുള്ളവർക്ക് മുഴുത്ത ഭ്രാന്ത എന്ന് വിക്രം പറയാണ്. മതി, നിർത്തണം. അവരതെല്ലാം ചെയ്തു. സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കണം, അത്രയേ ഉള്ളൂ. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു വണ്ടി മാലിന്യമുണ്ടല്ലോ, അത് എത്രയും പെട്ടെന്ന് നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചേക്കണം. ഇനി ഇതിവിടെ കണ്ടാൽ അത് കത്തിച്ച് കളയാൻ പോലും ഞാൻ മടിക്കില്ല എന്ന് വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നിങ്ങളുടെ മകളായിട്ട് തന്നെ എനിക്ക് ഇഷ്ടം പോലെ ടെൻഷൻ തരുന്നുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങോട്ട് വന്ന് നിങ്ങളും കൂടി എനിക്ക് ടെൻഷൻ തരരുത് പ്ലീസ് എന്ന് അമ്മയോടും മുത്തശ്ശിയോടായിട്ട് വിക്രം പറയാണ്. എന്നിട്ട് അകത്തേക്ക് കയറി പോവാട്ടോ. കമലാമ്മ വന്ന് മുത്തശ്ശിയോടും അമ്മയോടുമായിട്ട് പറയുന്നുണ്ട്, ഒരു മോളെ കെട്ടിച്ചു വിടുമ്പോൾ അവർ വീട്ടുകാർ പാലിക്കുന്ന മര്യാദകളും എല്ലാം എനിക്കറിയാം. പക്ഷേ ഇതൊരു കല്യാണമായിട്ട് എൻ്റെ വീട്ടുകാരോ മോനോ അംഗീകരിക്കുന്നില്ല. ദയവ് ചെയ്ത് ഇതെല്ലാം കൊണ്ട് നിങ്ങൾ തിരിച്ചു പോകണം. പിന്നീട് വേദയുടെ അടുത്ത് ചെന്ന് കമലാമ്മ പറയുന്നുണ്ട്, നിൻ്റെ മുത്തശ്ശിയും അമ്മയെയും പറഞ്ഞ് മനസ്സിലാക്കും മോളെ. ഇങ്ങനെ ഒരു സന്ദർഭം ഇനി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എത്ര കാലം കാത്തിരിക്കണമെന്ന് ഈ അമ്മയ്ക്ക് അറിയില്ല. അകത്ത് കയറ്റി ഒരു കപ്പ് ചായ കൊടുത്ത് സ്വീകരിക്കുന്നതിന് പകരം ഇങ്ങനെ നിർത്തി പറഞ്ഞേക്കുന്നതിൽ അമ്മയ്ക്ക് ഒരുപാട് സങ്കടമുണ്ടെന്ന്. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ മോളെ എന്ന് അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് വേദയുടെ അടുത്ത്. മാഷുവ എന്ന് പറഞ്ഞ് മാഷിനെയും മറ്റുള്ളവരെയും കൂട്ടി അമ്മ കമലാമ്മ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് മുത്തശ്ശിയും അമ്മയും വേദയുടെ അമ്മയും കൂടെ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ സങ്കടത്തോടു കൂടി തന്നെ വേദയോട് പറയുകയാണ്, മോളെ ഈ വീട്ടുകാരെല്ലാം നിന്നെ അംഗീകരിച്ചു എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതെല്ലാം കൊണ്ടുവന്നത് മോളെ. ഈ വീട്ടിലുള്ള അമ്മ എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് അമ്മേ. പക്ഷേ ഇപ്പോൾ നമ്മളാണ് തെറ്റ് ചെയ്തത്. ഈ സാധനങ്ങളുമായി വന്നപ്പോൾ മുത്തശ്ശിയും അമ്മയും ഈ വീട്ടുകാരുടെ ആത്മാഭിമാനത്തെയല്ലേ ചോദ്യം ചെയ്തത്. അത് സഹിക്കാൻ അവർക്ക് പറ്റാത്തതിൽ ഞാൻ തെറ്റ് പറയില്ല മുത്തശ്ശി. ഒരു തവണ ഫോൺ ചെയ്ത് എന്നോട് ചോദിക്കാമായിരുന്നു. അപ്പം ഞാൻ ഇതെല്ലാം വേണ്ടെന്ന് പറയുമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിൽ മുത്തശ്ശിക്കും അമ്മയ്ക്കും നിൽക്കേണ്ടി വരില്ലായിരുന്നു. ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല മോളെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അവരങ്ങനെ കെട്ടിപ്പിടിച്ച് കരയും കേട്ടോ. എന്നിട്ട് രണ്ടുപേരും യാത്ര പറഞ്ഞ് പോവാണ്. പിന്നീട് ഹാളിൽ വീട്ടിലുള്ള എല്ലാവരെയാണ് കാണിക്കുന്നത്. അപ്പോൾ വിക്രം വേദയോട് പറയുന്നുണ്ട്, ഞാൻ അല്പം സ്വസ്ഥമായിട്ടിരിക്കുന്നത് നിനക്ക് കാണുന്നില്ല അല്ലേ? നിനക്കത് സഹിക്കുന്നില്ല അല്ലേ? ഇങ്ങനെ ഓരോ ദിവസവും എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിപ്പിക്കാൻ നിനക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഭ്രാന്താണെന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് എൻ്റെ കുടുംബത്തെ പറ്റിയല്ലെന്ന് വേദ ചോദിക്കുന്നുണ്ട്.
കമല അവരോട് നിർത്താൻ പറ എന്ന് മാഷ് പറയുന്നുണ്ട്. എല്ലാം വരുത്തി വെച്ചത് നിൻ്റെ മോൻ മാത്രമാണെന്ന് അങ്ങ് ഓതിക്കൊടുക്കും നിൻ്റെ മോനോട്. ഈ വീടിൻ്റെ മാനവ മര്യാദയാ നാട്ടുകാരുടെ മുന്നിൽ ഇവൻ ഇല്ലാതെയാക്കിയത് എന്ന് മാഷ് പറയുന്നുണ്ട്. വേദ പെട്ടെന്ന് അപ്സ വിളിക്കുന്നുണ്ട്. അപ്പോൾ മാഷ് വേദ തന്നെ തിരുത്തി മാഷേന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വീടിൻ്റെ മാനത്തെയും മര്യാദയും പറ്റി പറഞ്ഞല്ലോ. തൊട്ട് മുൻപ് എൻ്റെ വീട്ടുകാരോട് കാണിച്ചത് മര്യാദയാണെന്ന് തോന്നുന്നുണ്ടോ മാഷിന് എന്ന് ചോദിക്കുമ്പോൾ വിക്രം തടയുന്നുണ്ട് കേട്ടോ. വിക്രം മിണ്ടരുത്, ഞാൻ സംസാരിക്കുന്നത് ഈ കുടുംബിൻ്റെ നാഥനോടാണ്. വയസ്സായ മുത്തശ്ശി അമ്മയും കൂടി അവരുടെ പേരക്കുട്ടിയെ കാണാൻ വന്നു. അത് ഇത്രയും വലിയ തെറ്റാണോ മാഷേ? ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ കയ്യും വീശി പോകുന്നത് ശരിയല്ലെന്ന് നമ്മൾ പറയാറില്ലേ? പേരക്കുട്ടിക്കുള്ള സമ്മാനവുമായി അവർ കുറച്ച് എന്തൊക്കെയോ കൊണ്ടുവന്നു. അത് അത്രയ്ക്ക് വലിയ അപരാധമാണോ? അപ്പം നന്ദിനി കയറി പറയുകയാണ്, സമ്മാനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. വല്ല മധുര പലഹാരങ്ങളോ എന്തൊക്കെയെങ്കിലൊക്കെ അല്ലേ കൊണ്ടുവരിക. അല്ലാതെ ഒരു വീട്ടിലേക്കുള്ള സകല സാധനങ്ങളും ചട്ടിയും കളമടക്കം കൊണ്ടുവരുന്നത് സമ്മാനമാണോ? അത് ഈ വീട്ടിലൊന്നും ഇല്ലയെന്നറിഞ്ഞിട്ടുള്ളൊരു മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ നിൻ്റെ വീട്ടുകാർ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടെങ്കിൽ അത് മര്യാദയോടെ പറയാമായിരുന്നു, അഭിമാനത്തോടെ അത് തിരിച്ചയക്കാമായിരുന്നു. അല്ലാതെ സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ അർത്ഥമാണുള്ളത്? അപ്പോൾ വിക്രമകേറി പറയുകയാണ്, മതി, വായടക്കടി. നീ ആരോടാണ് സംസാരിക്കുന്നത് നിനക്കറിയാമോ? തെറ്റ് കണ്ടാൽ ആ നിമിഷം തന്നെ ചോദ്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന മാഷിനോടാണ് ഞാൻ ചോദിക്കുന്നത്. വാക്കിന് ആയുധത്തേക്കാൾ മൂർച്ചയുണ്ടെന്നും മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. മാഷും വിക്രമിനെ അതൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ടാണോ വയസ്സായ എൻ്റെ മുത്തശ്ശിയെ ഭ്രാന്തിയെന്നും അധിക്ഷേപിച്ചത്? അപ്പം നീ വെറുതെ ഒന്നും പറയണ്ട, ഞാൻ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല എന്ന് വിക്രം പറയാണ്. വീട്ടിലുള്ളവർക്ക് മുഴുവൻ ഭ്രാന്താണെന്ന് പറയുന്നതും നേരിട്ട് ഭ്രാന്തി എന്ന് വിളിക്കുന്നതും വലിയ വ്യത്യാസമൊന്നുമില്ല വിക്രം എന്ന് പറയുകയാണ് വേദ. എനിക്ക് മാഷിനോട് യാതൊരു ദേഷ്യവുമില്ല, പക്ഷേ മാഷ് ചെയ്ത രീതി തെറ്റാണെന്ന് ഞാൻ പറയും. മാഷിന് വീട്ടു സാധനങ്ങളുമായിട്ട് വന്നവരെ പുറത്തുനിന്ന് സംസാരിച്ച് അപമാനിച്ച് പറഞ്ഞയക്കുന്നതിന് പകരം അകത്തേക്ക് വിളിച്ച് അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് അവരെ പറഞ്ഞയച്ചിരുന്നെങ്കിൽ ഈ കുടുംബത്തിൻ്റെ അന്തസ്സ് കൂടുമായിരുന്നില്ലേ മാഷേന്ന് വേദ ചോദിക്കുകയാണ്. ഇതിപ്പോൾ മാഷിൻ്റെ അഭിമാനത്തിന് വേണ്ടി അവരപമാനിക്കപ്പെട്ടില്ലേ? മാഷിനതൊക്കെ മനസ്സിലാവുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാഷിനോട് ക്ഷമിക്കണം പറഞ്ഞ് വേദ കൈ കൂപ്പിയിട്ട് നിൽക്കട്ടോ. അത് കാണുമ്പോൾ എല്ലാവർക്കും വിഷമമാവുന്നുണ്ട്.